Magnification refers to how many times the height of the object is to the height of the image. അതായത് ആ ഒരു ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ആ ഒരു ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ എത്ര മടങ്ങാണ്, ഹൗ മെനി ടൈംസ് ആണ് എന്നതിന്റെ ഒരു അളവാണ് ഈ മാഗ്നിഫിക്കേഷൻ. Magnification is the ratio of the height of the image to the height of the object. Okay, ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്, ഇതിന് യൂണിറ്റ് ഇല്ല. ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയുന്നതാണ്, എത്ര മടങ്ങാണ്, ഹൗ മെനി ടൈംസ് ആണ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇമേജിന്റെ ഹൈറ്റ് മുകളിൽ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് താഴെ, HI ഡിവൈഡ് ബൈ HO. ഓർ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ടിൽ ഇമേജിന്റെ കാര്യമാണ് മുകളിൽ പറയുന്നത്, ഒബ്ജക്റ്റിന്റെ താഴെയാണ് താഴെ പറയുന്നത്, V ഡിവൈഡ് ബൈ U. അതായത് M ഈക്വൽ ടു HI ബൈ HO എന്നൊരു ഇക്വേഷൻ, M ഈക്വൽ ടു V ബൈ U എന്നൊരു ഇക്വേഷൻ. ഇത് കമ്പയർ ചെയ്തിട്ട്, അതായത് ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, M ഈക്വൽ ടു HI ബൈ HO ദാറ്റ് ഈസ് ഈക്വൽ ടു V ബൈ U. According to Cartesian sign convention, it can be understood that the image is erect if magnification is positive. Magnification അളവ് നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് എന്താണ്, ഇറക്റ്റ് ആണ്. The image is inverted if the magnification is negative. നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ട് ആണ്, തലകീഴായതാണ്. നമ്മൾ അങ്ങനെ സാധാരണ പറയാറില്ല, ഈ നെഗറ്റീവ് മാത്രം പറയുന്നവര് ഈ തലതിരിഞ്ഞവർ എന്നൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതി നമുക്ക് ഓർമ്മിച്ച് വെക്കാം. Calculate the magnification using the measurements in the figure 2.23 and write down the characteristics. Okay, 223, അതായത് രണ്ടാമത്തെ പാഠത്തിലെ 23ാമത്തെ ആ ഒരു ഫിഗർ കണ്ടിട്ട് അതിന്റെ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഈ മുമ്പ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫിഗറാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. U മൈനസ് 90 സെന്റിമീറ്റർ, HO പ്ലസ് 1.8 സെന്റിമീറ്റർ, V തന്നിട്ടുണ്ട്, HI തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് M കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഇക്വേഷനിൽ HIയും HOയും വേണം, അത് HO ഇതിലുണ്ട്, HI ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിൽ Vയും Uവും വേണം, അതും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. M is equal to HI divided by HO is equal to minus 0.6 divided by 1 plus 1.8. ഇതിൽ പോയിന്റ് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട്, ഇതിലും കൊണ്ട് ഒരു സംഖ്യ. ഇത് കളയാൻ വേണ്ടി നമുക്ക് മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ എന്ത് കിട്ടും, മൈനസ് 0.6നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഈ പോയിന്റ് ഇവിടെ നിന്ന് മാറി കിട്ടി. അപ്പോൾ -0.6, അതായത് -6. ഓക്കെ, ഡിവൈഡഡ് ബൈ അടിയിലോ പ്ലസ് 1.8 ആണ്. ഇതിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഒരു സംഖ്യ മാറി കിട്ടി. അപ്പോൾ പ്ലസ് 18 വരും, പ്ലസ് 18. ഓക്കെ, ഇനി നോക്കുക, ഇതിനെ ഒന്ന് ചുരുക്കാം നമുക്ക്. ഈ 6ൽ എത്ര 6 ഉണ്ട്, അതായത് 18ലും 6 പോവും, 6ലും 6 പോവും. 6ൽ എത്ര 6 ഉണ്ട്, 1 6 6. 18ൽ എത്ര 6 പോവും, 1 6 6, 2 6 12, 3 6 18 എന്നാണല്ലോ. അതായത് 3 6 പോവും. അതുകൊണ്ട് അടിയിൽ 3 കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? എന്താണ് 6, 6ലും കോമൺ ആയിട്ട് 6 പോവും, അത് ഒരു പ്രാവശ്യം. 18ലും കോമൺ ആയിട്ട് 6 പോവും, എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം. 3 6കൾ ചേരുമ്പോഴാണ് 18 കിട്ടുന്നത്. ഇങ്ങനെ എഴുതാം, സൈൻ കൂടി എഴുതണ്ടേ, മൈനസ് പ്ലസ്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈൻസ് വരുമ്പോൾ ആൻസറിൽ മൈനസ് സൈനാണ് കൊടുക്കാറ്, -1/3. ഓക്കെ, ഇങ്ങനെയാണ് -1/3 കിട്ടിയിരിക്കുന്നത്, കണ്ടോ. ഇനി മറ്റേ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. V ഡിവൈഡ് ബൈ U, അതായത് പ്ലസ് 30 ഡിവൈഡ് ബൈ -90. ഈ അവസാനമുള്ള സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. 3/9 എന്ന് വെച്ചാൽ 3ൽ ഒരു 3, 9ൽ 3 3. അതുകൊണ്ട് ഈ 3ൽ ഒരു 3 ആണ്, 1 എഴുതി. 9ൽ 3 3 ഉണ്ട്, അതുകൊണ്ട് 3 എഴുതി. സൈൻ എന്താണ്, പോസിറ്റീവ് മുകളിൽ, താഴെ നെഗറ്റീവ്. ഓപ്പോസിറ്റ് സൈനാണ്, അപ്പോൾ മൈനസ്. ഉണ്ടോ, സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക, എന്താണ്, -1/3 ആണ്. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുകയാണെങ്കിൽ എത്രയാണത്? ഓക്കെ, ഇത് നോക്കുക, -1/3 എന്ന ആൻസർ നോക്കുക. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, 1/3. മാഗ്നിഫിക്കേഷന്റെ മാഗ്നിറ്റ്യൂഡ്, സിൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഇസ് ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ കുറവല്ലേ, അതായത് 1. അപ്പോൾ ഒരു കേക്ക് സങ്കല്പിക്കുക, ഒരു കേക്ക്, ഇത് 1 കേക്ക്. 1/3 എന്നാൽ 3ൽ 1 എന്നാണ്, അതായത് ഒരു കേക്കിന് 3ൽ 1 ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് വലുത്, 1 അല്ലേ ഈ 1/3 വലുത്, അതായത് 1/3 1നേക്കാൾ ചെറുതാണ്.
Since the magnification is less than 1, ഒന്നിനേക്കാൾ ചെറുതായതുകൊണ്ട് it can be understood that the image is smaller than the object. അങ്ങനെ ആയതുകൊണ്ട് ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ സ്മോളർ ആണ്. ഈ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇതിന് താഴെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. The negative sign of the magnification, ഇതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, this indicates, എന്താണ് സൂചിപ്പിക്കുന്നത്? The image is inverted and real. ആ ഇമേജ് ഇൻവേർട്ടഡ് ആണെന്നും അതായത് തലകീഴായതാണെന്നും കൂടാതെ റിയൽ ആണ്, അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും എന്നുമാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ടേബിൾ 2.7 by considering the relation of magnification with the nature of the image. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. ഇത് നോക്കുക, നമുക്ക് മാഗ്നിഫിക്കേഷൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് -2 ഒക്കെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ +1.5 ഒക്കെ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഇത് അതിന്റെ സൈൻ, ഇവിടെ -2, ഇതിന്റെ സൈൻ എന്താണ്? മൈനസ്. ഓക്കെ, സൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ പ്ലസ്, പോസിറ്റീവ്. ഇനി മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇത് ഇവിടെ 2 ആണ്, ഇവിടെ 1.5 ആണ്. ഈ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, പിന്നെ വെർച്വൽ ആയിരിക്കും. ഓക്കെ, സൈൻ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയലും ആയിരിക്കും. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നമ്മൾ റിയൽ ആയിട്ടാണ് കാണുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് വരച്ച് ഇവിടെ ഈ വശത്തായിട്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടും, അതായത് ഇതിന് അതർ സൈഡിൽ കിട്ടുന്ന ഇമേജ് നമ്മൾ എങ്ങനെയാണ് വരക്കാറ്? ഇൻവേർട്ടഡ് ആയിട്ടാണ് അല്ലേ. അതായത് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണ് ആ ഇമേജ്, അതായത് മാഗ്നിഫിക്കേഷൻ m നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണ് ഇമേജ്. കൂടാതെ ഇവിടെ സ്ക്രീൻ വെച്ചാൽ അതിൽ നമുക്ക് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു ഇമേജ്, അതുകൊണ്ട് അത് റിയലുമാണ്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യം നോക്കാം. മാഗ്നിറ്റ്യൂഡ് 1ൽ കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജ് ഈസ് മാഗ്നിഫൈഡ്, ഇമേജ് വലുതാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിലോ ഇമേജിന് സെയിം സൈസ് ആണ്, ആ ഒബ്ജക്റ്റിന് സെയിം സൈസ് ആണ്. ലെസ് ദാൻ 1 ആണെങ്കിലോ ഇത് ഡിമിനിഷ്ഡ് ആണ്, ആ ഒരു ഇമേജ് എന്താണ്? ചെറുതാണ്. നാച്ചർ ഓഫ് ദ ഇമേജ് ആൻഡ് സൈൻ ഓഫ് മാഗ്നിഫിക്കേഷൻ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റും വെർച്വലും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ അത് ഇൻവേർട്ടഡും റിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. An object of height 2 cm is placed on the optic axis. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 cm ആണ്. At a distance of 12 cm from the optic center. ആ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 12 cm ആണ്. Of a convex lens ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 6 cm ആണ്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ഡ്രോ എ റേ ഡയഗ്രാം ബേസ്ഡ് ഓൺ ദ ഗിവൻ മെഷർമെന്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ബൈ മെഷറിംഗ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അതായത് അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് നമുക്ക് റേ ഡയഗ്രം നോക്കാം. ഈ റേ ഡയഗ്രത്തിന്റെ വീഡിയോ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് അതിൽ മലയാള ടേംസും പറയുന്നുണ്ടാവും. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും തുറന്നു വെച്ച് റെഡി ആയിരിക്കുക. അതെങ്ങനെ വരക്കുന്നതെന്ന് ആദ്യം നമ്മൾ പ്രകാശിക അക്ഷം വരക്കണം അല്ലേ, അതായത് ഒപ്റ്റിക് ആക്സിസ് വരക്കണം. നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഫോക്കസ് ദൂരം 6 cm ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മുന്നിലോട്ട് 6 വരക്കണം, അതേപോലെ ഈ ഇടതുവശത്തോട്ടും 6 cm വരക്കണം. എന്താണ്? F അടയാളപ്പെടുത്തണം. എന്നിട്ട് ഈ ഓയിൽ നിന്ന്, അതായത് ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് 2F എത്ര ദൂരത്തിൽ വരും? ഇത് 6 ആകുമ്പോൾ 12 cm ദൂരത്തിൽ രണ്ട് വശങ്ങളിലായിട്ട് 2F രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒപ്റ്റിക് സെന്ററിൽ ഓയിൽ ഒരു ലെൻസ് വരക്കണം അല്ലേ. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് നമുക്ക് വരക്കണം. അതിനു വേണ്ടിയിട്ട് മുകളിലോട്ടും താഴോട്ടും 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടഡ് ലൈൻ വരക്കണം. ഒന്നിക്കൽ നമുക്ക് ഇതുപോലെ പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് വരക്കാം. അതായത് ഇവിടെ ഓയിൽ വെച്ചിട്ട് 90 ഡിഗ്രി മുകളിലോട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് വരക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഓയിൽ വെച്ചിട്ട് മുകളിലോട്ട് വരക്കാം. ഞാനിവിടെ ഒരു 3 cm മുകളിലോട്ടും 3 cm താഴേക്കും ആയിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ?
എന്നിട്ട് ഇവിടെ ഞാൻ ഇനി ഒരു കോൺവെക്സ് ലെൻസ്, തിക്നെസ് കുറഞ്ഞ നേരിയ ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു ചേർക്കുന്നു. ഓക്കെ, അങ്ങനെ അതും വരച്ചു ചേർത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനുണ്ട്? നമുക്കറിയാം ഈ ലെൻസിൽ നിന്ന് 12 സെന്റിമീറ്റർ അകലത്തിലായിട്ടാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ 6 സെന്റിമീറ്റർ ആണ്. 12 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 2Fലാണ് ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്. നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് വരക്കണം. ഇനി ഇതാ ഇവിടെ 2 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 12 സെന്റിമീറ്റർ അകലത്തിൽ, അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ഒബ്ജക്റ്റ് വരച്ചു. ഇത് 90 ഡിഗ്രി ഇത് വരക്കുക, അത് കുത്തനെ വരക്കുക ഇത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിന് ടോപ്പിൽ നിന്ന് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് എഴുതാം കേട്ടോ, ഇവിടെ ഒബ്ജക്റ്റ് എന്ന് എഴുതാം. ഇനി ഇതിന് ടോപ്പിൽ നിന്ന് മിനിമം 2 ലൈൻസ് നമ്മൾ വരക്കണം, അതായത് 2 പ്രകാശരശ്മികൾ വരക്കണം അല്ലേ? ആ 2 റേസ് ഓഫ് ലൈറ്റ് എങ്ങനെയൊക്കെ വരക്കാം? ഒന്നാമത് നമുക്ക് ഈ ഒപ്റ്റിക് ആക്സിസിന്, പ്രകാശിക അക്ഷത്തിന് പാരലായിട്ട്, അതായത് സമാന്തരമായിട്ട് നമുക്ക് വരക്കാം. ഒന്നിക്കൽ പാരലായിട്ട് വരക്കാം, അത് ഒരു റേ നമുക്ക് അങ്ങനെ വരക്കാം. പിന്നെയോ ഈ ഓയിൽ കൂടി പോകുന്നതായിട്ട് വരക്കാം രണ്ടാമത്. ഓക്കെ, മിനിമം 2 റേസ് മതി നമുക്ക്. ഈ പാരലൽ റേസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വരക്കാം? ഈ 2 സെന്റിമീറ്റർ ഉള്ള ഒബ്ജക്റ്റ് അല്ലേ? ഇപ്പോൾ ലെൻസിലേക്കല്ലേ നമ്മൾ ഈ പാരലൽ ലൈൻ വരക്കേണ്ടത്, റേ ഓഫ് ലൈറ്റ് വരക്കേണ്ടത്. അതുകൊണ്ട് ഈ 2 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ മുകളിലോട്ട് 2 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് ലൈൻ ഇങ്ങനെ വരച്ചാൽ മതി. അതാണ് ഏറ്റവും ഈസി ഈ പ്രകാശിക അക്ഷത്തിന് പാരലായിട്ട് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാന്തര വര വരക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയാണത്? ഈ ഒരു ലൈൻ, ഇവിടെ ലൈൻ ഉണ്ട്, ഇതിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഈ ഒരു ഡോട്ടിൽ കൂടി ഒരു ലൈൻ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമുക്ക് സെറ്റ് സ്ക്വയർ ഇങ്ങനെ, നമുക്ക് ഏത് വരയുടെ വരക്കാണോ സമാന്തര വര വരക്കേണ്ടത് അതിനോട് ചേർത്ത് വയ്ക്കുക, ഇങ്ങനെ സെറ്റ് സ്ക്വയർ. എന്നിട്ട് സെറ്റ് സ്ക്വയറിനോട് ചേർത്തിട്ട് സ്കെയിൽ വയ്ക്കുക. ഓക്കെ, ഇത് അമർത്തി പിടിക്കണം ഇങ്ങനെ പേപ്പറിലോട്ട്. പേപ്പറിൽ ഈ സെറ്റ് സ്ക്വയർ അമർത്തി പിടിക്കുക. എന്നിട്ട് അതിനോട് ചേർത്തിട്ട് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചു, അത് നമ്മൾ നന്നായിട്ട് അമർത്തി പിടിച്ചു. ഇനി എന്ത് ചെയ്യും? ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ തന്നെ ഉയർത്തണം, ഇതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, തെറ്റാതെ ഈ പേപ്പറിനോട് അമർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തണം. അതായത് ഇങ്ങനെ നിരക്കി നീക്കണം ഈ സെറ്റ് സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണം. ഈ ഒരു ഡോട്ടഡ് ലൈൻ, ഈ ഒരു ഡോട്ടിലെ കൂടിയാണല്ലോ നമുക്ക് ലൈൻ വരയ്ക്കേണ്ടത്. ഇവിടം വരെ എത്തിക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സെറ്റ് സ്ക്വയർ മുകളിലോട്ട് നീക്കിയിട്ട് ഇതിലെ കൂടെ എത്തിച്ചിട്ടുണ്ട്. ഇനിയോ ഇതിലെ കൂടെ നമുക്കൊരു ലൈൻ ഇങ്ങനെ വരക്കാം. ഈ ഡോട്ടിലെ കൂടി നമുക്കൊരു ലൈൻ ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടു, നമ്മളിപ്പോൾ വരച്ച ഈ ഒരു ലൈനും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഈ ലൈനും പാരലാണ്, അതായത് സമാന്തരമാണ്. ഓക്കെ, എനിവേ നമ്മൾ ഒരു സമാന്തര വര വരച്ചു. ഇത് പ്രകാശരശ്മിയാണ്, റേ ഓഫ് ലൈറ്റ് ആണ്. ഇതിന് ആരോ മാർക്ക് കൊടുത്തു, അതായത് ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്ക് പോകുന്ന ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന ഏതൊരു റേ ഓഫ് ലൈറ്റും മറുവശത്ത് എഫിൽ കൂടി കടന്നു പോകും നമുക്കറിയാം. മറുവശത്ത് മുഖ്യ ഫോക്കസിലെ കൂടി, അതായത് പ്രിൻസിപ്പൽ ഫോക്കസിലെ കൂടി കടന്നു പോകുന്ന അറിയാം. നമ്മൾ ബാക്കി അത് ആ രീതിയിൽ വരക്കുന്നു. ഓക്കെ, അതും വരച്ചു കഴിഞ്ഞു, നമ്മൾ നീട്ടി വരച്ചു. ഇനി മറ്റൊരു റേ ഓഫ് ലൈറ്റ് ഈ ഒബ്ജക്റ്റിന്റെ ടോപ്പിൽ നിന്ന് ഓയിൽ കൂടി നമുക്ക് നീട്ടി വരക്കാലോ. ഓക്കെ, ഇപ്പോൾ അതും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ 2 ലൈറ്റ് റേസും ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഈ ഒരു ഇമേജും വരക്കാം. ഓക്കെ, പ്രതിബിംബം നമുക്ക് ഇവിടെ ഇങ്ങനെ വരക്കാം. ഓക്കെ, കണ്ടോ, പ്രതിബിംബവും നമ്മൾ വരച്ചു കഴിഞ്ഞു, ഇമേജ് വരച്ചു കഴിഞ്ഞു. അത് ഇവിടെ ഇമേജ് എന്ന് എഴുതാം. ഇനി നോക്കിക്കോളൂ, എവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? മറുവശത്ത് 2Fൽ തന്നെയാണ്, നമുക്ക് 2Fലാണ് നമുക്ക് ഈ ഒരു ഇമേജ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അല്ലെങ്കിലും അറിയാം ഒബ്ജക്റ്റ് 2Fലാണെങ്കിൽ പ്രതിബിംബം മറുവശത്ത് 2Fൽ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു. ഇനി ഇത് നമ്മളൊന്ന് മെഷർ ചെയ്യാം. എത്രയാണ് ഇതിന്റെ ഒരു ഹൈറ്റ് കിട്ടുന്നത്? 2 സെന്റിമീറ്റർ ആണല്ലേ. നോക്കിക്കോളൂ, 2 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് ആവർത്തനം കണക്കാക്കുമ്പോൾ ഈ ഒരു ഹൈറ്റ് -2 സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഇത് പ്രകാശിക അക്ഷത്തിന്, ഒപ്റ്റിക് ആക്സിസിന് താഴോട്ടാണ്. ഓക്കെ, ഡൗൺവേർഡ്സ് ആണ് നമ്മളിത് അളക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇമേജ് എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് നമ്മൾ വരച്ചു ചേർത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എത്രമാത്രം കൃത്യമായിട്ട് വരക്കുന്നുവോ അത്രമാത്രം കൃത്യമായ പ്രതിബിംബവും നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് പാരലായിട്ട് തന്നെ വരക്കുകയും ഈ ലെൻസൊക്കെ 90 ഡിഗ്രിയിൽ തന്നെ വരയ്ക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? പ്രതിബിംബവും നമുക്ക് വേണ്ട അതേ അളവിൽ തന്നെ കിട്ടും. ഇനി പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് യഥാർത്ഥമാണ്, അതായത് റിയൽ ആണ്. ഇവിടെ ഒരു സ്ക്രീൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ഇമേജ് കിട്ടും, അതുകൊണ്ട് അത് റിയൽ ആണ്. പിന്നെ
അത് തലകീഴായതാണ്, അതായത് ഇൻവേർട്ടഡ് ആണ് അല്ലേ? ഇത് തലകീഴായിട്ടാണ് കാണുന്നത്, ഇൻവേർട്ടഡ് ആണ്. പിന്നെ തുല്യ വലിപ്പമാണ്, അതായത് ഒബ്ജക്റ്റിന് അതേ വലിപ്പം, ഒബ്ജക്റ്റ് 2 സെന്റിമീറ്റർ ആയിരുന്നല്ലോ, അതേ വലിപ്പം തന്നെയാണ് നമുക്കിവിടെ ഇമേജിനും കിട്ടിയിരിക്കുന്നത്, തുല്യ വലിപ്പം. സെയിം ഹൈറ്റ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ. മാഗ്നിഫിക്കേഷൻ ബൈ മെഷറിംഗ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടി അല്ലേ? എന്താണത്? HI ഈസ് ഈക്വൽ ടു, ഇൻവേർട്ടഡ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ, -2 സെന്റിമീറ്റർ. ഓക്കെ. HO ഒബ്ജക്റ്റിന്റെ ഹൈറ്റോ +2 സെന്റിമീറ്റർ. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ അറിയാം. അങ്ങനെ മാഗ്നിഫിക്കേഷൻ കാണാം. മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻസ് അറിയാമായിരുന്നു. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. M ഈക്വൽ ടു HI, ആദ്യം ഇമേജിന്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ HO, പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഈക്വൽ ടു -2 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ +2 സെന്റിമീറ്റർ. 2/2 എത്രയാണ്? 2ൽ എത്ര 2 ഉണ്ട്? ഒരു 2 2 അല്ലേ? 2ൽ എത്ര 2 ഉണ്ട്? 1. സൈനോ മൈനസ് പ്ലസ്, ഓപ്പോസിറ്റ് സൈൻസ് അല്ലേ? അപ്പോൾ ആൻസറിൽ മൈനസ് സൈൻ വരും. -1 ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, -1. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെന്റിമീറ്റർ. ഒരു കോൺകേവ് ലെൻസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. An object of height 2 cm is placed at a distance 30 cm from the lens on the optic axis. Concave lens ആണ് തന്നു. ഫോക്കൽ ലെങ്ത് F ഈക്വൽ ടു -20 സെന്റിമീറ്റർ ആണ്, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച്. കാരണം കോൺകേവ് ലെൻസിന്റെ F എപ്പോഴും മൈനസ് ആണെന്ന് അറിയാം, -20 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഓക്കെ. An object of height 2 cm, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നു, പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ. ആ ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഒബ്ജക്റ്റ്. ആ ലെൻസിൽ നിന്ന് ടു ദ ഇമേജ്, ആ ഇമേജിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് വിൽ ദ മാഗ്നിഫിക്കേഷൻ ബി? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ഏകദേശ ചിത്രം വരച്ചു നോക്കാം. ഓക്കെ, ഒരു കോൺകേവ് ലെൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ വസ്തു ഈ ഒരു ചിത്രത്തിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ നമുക്ക് വരക്കാം വസ്തുവിനെ. ഓക്കെ. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണെന്നറിയാം. നമ്മൾ ഈ വസ്തു ഉള്ള അതേ വശത്തേക്ക് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി 20 സെന്റിമീറ്റർ. ഓക്കെ, നോക്കുക, വസ്തുവിലേക്കുള്ള ദൂരം 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, 30 സെന്റിമീറ്റർ. അതായത് ഇവിടുന്ന് വസ്തുവിലേക്കുള്ള അകലം ഏകദേശം ഇവിടെ വരും അല്ലേ, 30 സെന്റിമീറ്റർ. ഇത് 30 ആകുമ്പോൾ ഏകദേശം ഈ ഒരു ദൂരത്തിൽ നമ്മൾ വസ്തു വരക്കാം. ഓക്കെ, എത്രയാണ് വസ്തുവിന്റെ ഉയരം? 2 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നോക്കുക, ഇത് ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഈ ഒരു ഡയറക്ഷനിലാണ് ലൈറ്റ് പോകുന്നത് അല്ലേ, പ്രകാശരശ്മി പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, അതായത് ഈ ഒരു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ അളക്കുന്നത്. കണ്ടോ, ഓയിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അളക്കുന്നു 20 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം F ഈസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ. പിന്നെ ഈ വസ്തുവിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 30 സെന്റിമീറ്റർ ആണെന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ അളക്കുന്നത്. നോക്കിക്കോളൂ, ഈ നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന്, പ്രകാശക കേന്ദ്രത്തിൽ നിന്ന് വസ്തുവിലേക്ക് ഈ ഒരു ഡയറക്ഷൻ അളക്കുന്നു. ഇതും നമ്മുടെ ഈ ലൈറ്റ് റേയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ ഇതും നമ്മൾ -30 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താ അറിയാം, ഈ വസ്തുവിന്റെ ഹൈറ്റ് അറിയാം അല്ലേ, 2 സെന്റിമീറ്റർ ആണ്, മുകളിലോട്ടാണ് അളക്കുന്നത്, +2 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ്. ലെൻസിൽ നിന്ന് ഇമേജിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അത് V എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഈ എഫും യുവും വിയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. ഏതാണത്? ലെൻസ് സമവാക്യം, ലെൻസ് ഇക്വേഷൻ. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഈ 1/v ടേമിനെ മാത്രം നമുക്ക് അവിടെ വയ്ക്കാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ഈ ഒരു ടേം മാത്രം നമ്മൾ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ഈ -1/u ഉണ്ടല്ലോ, ഇതിന് നമുക്ക് LHS, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഇടാം. അപ്പോൾ എന്ത് കിട്ടും? 1/f, ഈ -1/u ഈ ഈക്വൽ ടു സിമ്പലിനെ ഇപ്പുറം സൈഡിലോട്ട് വരുമ്പോൾ +1/u ആവും.
ഓക്കെ, അതുകൊണ്ട് പ്ലസ് 1/u എന്ന് എഴുതി. ഈ ഒരു സൈഡിൽ 1/v മാത്രം ബാക്കിയുണ്ട്. ഇനി ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം ഇതെങ്ങനെ ചെയ്യാം. 1 മൾട്ടിപ്ലൈഡ് ബൈ u, അതായത് ഒരു u എന്ന് വെച്ചാൽ u ആണ്, അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനിടയിലുള്ള സൈൻ എന്താണ്? പ്ലസ്. ആ പ്ലസ് കൊടുത്തു. പിന്നെ 1 മൾട്ടിപ്ലൈഡ് ബൈ f, അതായത് ഒരു f എത്രയാണ്? f, അതും എഴുതി. ഓക്കെ, ഇനിയോ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതണം. ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അതായത് എഫ് മൾട്ടിപ്ലൈഡ് ബൈ യു, എഫ് യു എന്ന് എഴുതാം, അല്ലെങ്കിൽ യു എഫ് എന്ന് എഴുതാം. ഓക്കെ, യു എഫ്, യു ഗുണിക്കണം എഫ്. ഇനി നമുക്ക് വിയുടെ ഇക്വേഷൻ ആണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അതായത് ജസ്റ്റ് നമുക്ക് തലതിരിച്ചിടാം. എന്ന് വെച്ചാൽ ഈ വി മുകളിൽ വരും, ആ വി ബൈ 1 എന്ന് വരും അല്ലേ. വി ബൈ 1 എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് വി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ യു എഫ് മുകളിൽ വരും, യു പ്ലസ് എഫ് താഴെ വരും. ഓക്കെ, നമുക്ക് ഈ ഒരു രീതിയിൽ ഇക്വേഷൻ മാറ്റി എഴുതാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ഇതിൽ യു എത്രയാണെന്ന് അറിയാം, -30 സെൻറ്റിമീറ്റർ ആണ്. എഫും അറിയാം, -20 ആണ്, -20 സെൻറ്റിമീറ്റർ. അടിയിൽ യു പ്ലസ് എഫ്, അതായത് -30 പ്ലസ് -20. ഇതെങ്ങനെ ഗുണിച്ചെഴുതാം? 30 ഗുണിക്കണം 20 നമുക്കറിയാം അല്ലേ. 3 2 6, പിന്നെ 2 0, അപ്പോൾ 600. സൈൻ എന്താണ് കണ്ടോ? ഗുണിക്കുക എന്നൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ടും സെയിം സൈൻ ആണ് അല്ലേ, മൈനസ് മൈനസ്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആ ഒരു ഉത്തരത്തിന്റെ സൈൻ വരുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരേപോലുള്ള സൈൻ ആണ്, അപ്പോൾ പ്ലസ് സൈൻ വരും. പ്ലസ് 600 ഡിവൈഡഡ് ബൈ -30 പ്ലസ് ഈ പ്ലസ്. ഓക്കെ, പ്ലസ് എഫ് എത്രയാണ്? -20. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നു. വിപരീത ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ അതിൽ നമ്മൾ മൈനസ് മാത്രം ഇട്ടാൽ മതി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസ് മാത്രം ഇട്ടു. ഇനി എന്ത് ചെയ്യാം? 600 മുകളിലുണ്ട്, പ്ലസ് 600. അടിയിലോ -30 -20, അതായത് ആദ്യം ഒരു 30 കുറക്കുന്നു, പിന്നെ 20 കുറക്കുന്നു എന്ന് വെച്ചാൽ ആകെ നമ്മൾ 50 കുറച്ചു എന്നർത്ഥം, അതായത് -50. ഇനി അവസാനമുള്ള സീറോസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതാം. ഇനി നമുക്ക് 60 ഹരിക്കണം 5 ചെയ്ത് നോക്കാം. എത്രയാണ്? 60 എത്ര 5 ഉണ്ട്? 12 5 60. ഓക്കെ, സൈൻ എന്ത് വരും? ഉണ്ടോ? ഹരിക്കുകയാണ് ചെയ്യുന്നത്, മുകളിൽ പ്ലസ് താഴെ മൈനസ്. വിപരീത ചിഹ്നങ്ങളാണല്ലോ, അതുകൊണ്ട് ഉത്തരത്തിൽ മൈനസ് വരും. -12 സെൻറ്റിമീറ്റർ. ഓക്കെ, -12 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ഇമേജിലേക്കുള്ള ദൂരം -12 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മൾ ഈ പ്രകാശരശ്മിയുടെ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിത് അളക്കേണ്ടത്. അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം അളക്കേണ്ടത്. അതായത് ഈ ഓയിൽ നിന്ന് ഒരു 12 സെൻറ്റിമീറ്റർ ദൂരത്തായിട്ട് നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, അതായത് ഇതേ ഒരു സൈഡിൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഓയിൽ നിന്ന് ഒരു 12 സെൻറ്റിമീറ്റർ അകലത്തിലായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ അവസരത്തിൽ ആവർത്തനം എത്രയായിരിക്കും? പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഹൗ മച്ച് വിൽ ബി ദ മാഗ്നിഫിക്കേഷൻ ബി? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? നമുക്കത് നോക്കാം. ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ നമുക്കിവിടെ 2 ഇക്വേഷൻ അറിയാം ആവർത്തനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏത് ഇക്വേഷനാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്? നമുക്ക് യു അറിയാം, വി അറിയാം. അതുകൊണ്ട് യുവും വി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ നമുക്കിവിടെ പ്രയോഗിക്കാം. ഇനി എച്ച് ഒയും എച്ച് ഐയും ഉള്ള ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്കിവിടെ എച്ച് ഒ മാത്രമേ അറിയൂ, എച്ച് ഐ അറിയില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. വി എത്രയാണെന്ന് അറിയാം നമുക്കിപ്പോൾ, -12 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡ് ബൈ യു എത്രയാണ്? -30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് ഹരിച്ചെഴുതാം. ഇതെങ്ങനെ നമുക്ക് എഴുതാം? കണ്ടോ, 12ലും 30ലും പൊതുവായിട്ട് 6 പോകും അല്ലേ. 12ൽ എത്ര 6 ഉണ്ട്? 2 6 12. 30ൽ എത്ര 6 ഉണ്ട്? 5 6 30. അതായത് ഇതിന് +2/5 എന്ന് എഴുതാം. മുകളിലും താഴെയും ഒരേ സിമ്പിളാണ്, ഒരേ സൈനാണ്. അതുകൊണ്ട് നമുക്ക് ആൻസറിൽ പ്ലസ് സൈൻ, +2/5. ഈ 2/5 എന്നത് <1 ആണല്ലോ. 5ൽ 2 ഭാഗം എന്ന് വെച്ചാൽ അത് 1നേക്കാൾ ചെറുതാണല്ലോ. സോ m ഈസ് <1, 1നേക്കാൾ ചെറുതാണ്. 1നേക്കാൾ ചെറുതാണെന്ന് നമുക്കറിയാം. ദ ഇമേജ് ഇസ് ഡിമിനിഷ്ഡ്, ആ ഇമേജ് ചെറുതാണ്, പ്രതിബിംബം ചെറുതാണെന്നറിയാം. ആ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്, അതിലൊന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ m ഈസ് പോസിറ്റീവ്. m പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, അതായത് നിവർന്നതായിരിക്കും. കൂടാതെ ഇമേജ് വെർച്വൽ ആയിരിക്കും, അതായത് മിഥ്യ ആയിരിക്കും. നമുക്ക് 3 പ്രത്യേകതകൾ കിട്ടി പ്രതിബിംബത്തിന്റെ. ഓക്കെ,
ഓക്കെ, അതായത് ഇത് ഇവിടെ ഒരു 12 സെൻറ്റിമീറ്റർ അകലത്തിൽ നിവർന്ന ഒരു പ്രതിബിംബം കിട്ടും. ഓക്കെ, നിവർന്ന ഒരു പ്രതിബിംബം നമുക്കിവിടെ കിട്ടും. ഇനി മൂന്നാമതൊരു കാര്യം നമ്മൾ ചെയ്തു നോക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇമേജ് കിട്ടുമെന്നറിയാം. ആ ഇമേജിന്റെ ഹൈറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം. നമുക്ക് ആ ഇമേജിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ആവർത്തനത്തിന് ഈ ഒരു ഇക്വേഷൻ കൂടി അറിയാം, മാഗ്നിഫിക്കേഷൻ. എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ. ഇതിൽ എം നമുക്കറിയാം, എച്ച് ഒ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം. അങ്ങനെയാണ് എച്ച് ഐ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഐ മാത്രം ഇവിടെ വെച്ചിട്ട് ഈ ഹരിക്കണം എച്ച് ഒയെ ഈക്വൽ ടു സിമ്പലിനെ മറുവശത്തേക്ക് ഇടാം. അപ്പം എന്ത് കിട്ടും? ഗുണിക്കണം എച്ച് ഒ എന്ന് വരും. അതായത് എച്ച് ഐ ഈസ് ഈക്വൽ ടു എം ഗുണിക്കണം എച്ച് ഒ, എം എച്ച് ഒ. ഓക്കെ, എം എത്രയാണ്? +2 ഡിവൈഡ് ബൈ 5 ആണെന്നറിയാം, നമുക്കിപ്പോൾ കിട്ടി. ഇനി എച്ച് ഒ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം, മുകളിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? +2 ആണ്. ഓക്കെ, +2 സെൻറ്റിമീറ്റർ. നമുക്ക് ഗുണിച്ചെഴുതാം. അങ്ങനെ ഇത് എങ്ങനെയാണ്? ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുകളിൽ ന്യൂമറേറ്റേഴ്സ് ഗുണിക്കുക. 2 മൾട്ടിപ്ലൈഡ് ബൈ 2 എത്രയാണ്? 4 ആണ്. ഓക്കെ, +2 മൾട്ടിപ്ലൈഡ് ബൈ +2 എത്രയാണ്? +4 ആണ്. അടിയിലോ? അടിയിൽ 5 ആണ് അല്ലേ? ഇവിടെ ഡിവൈഡ് ബൈ 5. ഇവിടെ അടിയിലൊന്നും ഇല്ല, അതായത് അടിയിൽ 1 ഉണ്ട് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ 5 ഗുണിക്കണം 1 5 തന്നെയാണ്. +4/5 എന്ന് കിട്ടും. അതെങ്ങനെ ചെയ്യാം? 4/5 എന്ന് വെച്ചാൽ 4ൽ എത്ര 5 പോകും? 5 അല്ലേ വലുത്, 4 ചെറുതല്ലേ? പോകില്ല അല്ലേ? അപ്പോൾ 0 എന്നിടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 40 ആയി. 40ൽ എത്ര 5 ഉണ്ട്? 5 8 40. ഗുണന പട്ടിക ചൊല്ലി നോക്കൂ 5ന്റെ. അപ്പോൾ 8 എന്ന് കിട്ടും. 5 8 40 ആണ്. ഓക്കെ, 40 40 കുറച്ചാൽ 0. അതായത് 0.8 ആണ് ആൻസർ. സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് അല്ലേ? ആ ഒരു ഒബ്ജക്റ്റിന്, ആ ഒരു ഇമേജിന്റെ ഹൈറ്റ് ആണല്ലോ. അതായത് +0.8 സെൻറ്റിമീറ്റർ, +0.8 സെൻറ്റിമീറ്റർ. അതായത് ഇതൊരു +0.8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. വിച്ച് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് വേർ ലെൻസസ് ആർ യൂസ്ഡ്? ലെൻസസ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്? താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് എക്സാമ്പിൾ. ദ പൊസിഷൻ, nature and size of the images formed by different types of lenses have been found out. ആ ഇമേജിന്റെ പൊസിഷൻ, അതിന്റെ നാച്ചർ, അത് ഇൻവേർട്ടഡ് ആണോ, റിയൽ, അത് ഇറക്റ്റ് ആണോ, അത്തരം കാര്യങ്ങൾ, റിയൽ ആണോ, പിന്നെ അതോ വെർച്വൽ ആണോ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ സൈസ്, അത് മാഗ്നിഫൈഡ് ആണോ, ഡിമിനിഷ്ഡ് ആണോ, അത് വലുതാണോ ചെറുതാണോ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സം ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദീസ്, ഇവയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ചില ഇൻസ്ട്രുമെന്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സ്പെക്ടാക്കിൾസ്, കണ്ണടകൾ, അതിൽ ലെൻസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? പിന്നെയോ സിമ്പിൾ മൈക്രോസ്കോപ്പ്, പേര് പോലെ തന്നെ സിമ്പിൾ ആണ്, അതിൽ ഒരൊറ്റ കോൺവെക്സ് ലെൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഓൺലി വൺ കോൺവെക്സ് ലെൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, മോർ ദാൻ വൺ ലെൻസ്, ഒന്നിലധികം കോൺവെക്സ് ലെൻസുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടെലസ്കോപ്പ്, ടെലസ്കോപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ സ്റ്റാർസിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെലസ്കോപ്പ്. Have you noticed the prescriptions given by doctors to buy spectacles? കണ്ണടകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് നോക്കിയിട്ടുണ്ടോ? Can you identify what is written on it? അതിൽ എഴുതിയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ SPH സ്ഫിയർ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്, സിലിണ്ടർ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇത് RE റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ, അത്തരം കാര്യങ്ങളാണ്. വാട്ട് ഡസ് +2.00 റെഫർ ടു? ഇത് റെഫർ ചെയ്യുന്നത് പവർ ഓഫ് ദ ലെൻസ് ആണ്. അതായത് റൈറ്റ് ഐക്ക് എത്ര പവർ വേണം, ലെഫ്റ്റ് ഐക്ക് എത്ര പവർ വേണം, അതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പവർ ഓഫ് ദ ലെൻസ് ഇൻ ദ സ്പെക്ടാക്കിൾസ്. പവർ എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.